ഹായ് ഗെയ്സ്, അപ്പോൾ ഇനിയും ഒരാഴ്ചത്തെ വിശ്രമമുണ്ട്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ യുദ്ധമൊക്കെ നമ്മുടെ സ്വന്തം നാട്ടിലോട്ട് ചെന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കും ഇനി കുറേ ദിവസം. അപ്പോൾ ഇതുവരെ എക്സാമൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ എക്സാം കഴിഞ്ഞവർക്ക് ഒരു സെം ബ്രേക്ക് ഉണ്ട് ഒരാഴ്ച. അപ്പം ഞാൻ നാട്ടിലോട്ട് പോവുക. അപ്പോൾ എന്നെ കൊണ്ടാക്കിയിട്ട് അവനിങ്ങ് വരും. അവനിവിടെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എന്നെ കൊണ്ടാക്കിയിട്ട് അവൻ തിരിച്ചു വരും. അപ്പം ഞങ്ങൾ വേണ്ട പാമ്പാടിയിൽ നിന്ന് ഇറങ്ങി. പരീക്ഷകളൊക്കെ കഴിഞ്ഞു, കുഴപ്പമില്ല, ഒരുവിധം നന്നായിട്ട് എല്ലാ പരീക്ഷകളും എല്ലാവരും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടുന്ന് ഇറങ്ങി. നമ്മുടെ പാമ്പാടിയിൽ നിന്ന് ഇറങ്ങി മീനടം വെട്ടത്തുകവല വഴി നാലിയാകുഴി വഴി നമുക്ക് വാകത്താനത്ത് കയറണം. അമ്മ അവിടെ ആക്കിയിട്ടല്ലേ വന്നത്. അപ്പം അമ്മ വാകത്താനത്ത് കുറേ പുല്ല് എത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ പശു ഉണ്ടല്ലോ, അമ്മയെ കാത്തിരിപ്പുണ്ടല്ലോ, അപ്പോൾ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ കണ്ടോ കുറേ ദിവസം ഉള്ളതുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ കാണുമല്ലോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ നാട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള കുറേ സാധനങ്ങളൊക്കെ വണ്ടി നിറച്ച് ഞങ്ങളവിടുന്ന് ഇറങ്ങി. അപ്പം ഞാനിങ്ങനെ വഴി കാണുന്ന ഓരോന്നും ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് കണ്ടോ. സ്കൂളൊക്കെ വിടുന്ന സമയമായി. ഞങ്ങളിങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരുപാട് സ്കൂൾ കുട്ടികളും വണ്ടി നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം വൈകിട്ടത്തെ സമയമാകുമ്പോഴത്തേക്ക് നല്ല തിരക്കാവുമല്ലോ റോഡിലൊക്കെ. ഉണ്ടോ, ഞങ്ങളങ്ങനെ മീനടം ഗവൺമെൻറ് സ്കൂളിൻ്റെ അവിടെ എത്തി. ധാരാളം കുട്ടികളിങ്ങനെ ബസ് കയറാനും വിളിച്ചുകൊണ്ട് പോകുന്നവർ വിളിച്ചുകൊണ്ട് പോകുന്നതും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങൾ അവിടെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വരുമായിരുന്നു. പിന്നെ അവിടെ പള്ളിയിൽ എന്തോ പെരുന്നാളായിരുന്നു, രണ്ട് സൈഡിലും മുത്തുക്കൊടയൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെട്ടത്തുകവലയെത്തി. അപ്പോൾ ഇന്ന് ഞാൻ പാമ്പാടി മുതൽ ഞങ്ങളുടെ വീട് വരെയുള്ള കുറച്ച് കാഴ്ചകളും പിന്നെ വീട്ടിൽ ചെന്നിട്ട് നമ്മളെ കാത്തിരിക്കുന്ന ആരൊക്കെയാണെന്ന് കാണണ്ടേ. അപ്പോൾ അവർക്കറിയാം ഞാനിനിയും കുറേ ദിവസം അവധിയാണ്, പേരമ്മ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കണ്ണനും നന്ദൂസും ഒക്കെ നോക്കിയിരിപ്പുണ്ട്. ഞാൻ രാത്രിയിലേ വരത്തുള്ളെന്ന് അവരോട് പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് ചെല്ലുമ്പോൾ നോക്കാം എങ്ങനെയുണ്ട്, അവർക്ക് സർപ്രൈസായോ എന്നൊക്കെ നമുക്ക് നോക്കാം. മിക്കവാറും ഞങ്ങൾ സന്ധ്യ കഴിഞ്ഞേ ചെല്ലാറുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ അവരെ അങ്ങോട്ട് പോയി കാണുക പതിവ്. അപ്പം ഇന്ന് ഞങ്ങൾ ഇറങ്ങിയതനുസരിച്ച് അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇന്ന് അവിടെ ചെല്ലും. അപ്പോൾ എങ്ങനെയാണ് അവരുടെ പ്രതികരണം എന്നൊക്കെ നമുക്ക് കാണാം. ഇതിപ്പോൾ ഞങ്ങൾ വേണ്ട വാകത്താനത്ത് എത്തി, അനിയത്തിയുടെ അവിടെ. അപ്പോൾ അമ്മ 2-3 ദിവസം ഇവിടെ കാണും. അപ്പോൾ അമ്മയില്ലെങ്കിൽ പശുവിൻ്റെ കാര്യം കുറച്ച് അവതാളത്തിലാവുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഇവിടാണ് നിറച്ച് പുല്ല് നിൽപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് കാണിച്ചില്ലായിരുന്നോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ. അപ്പോൾ അങ്ങനെ അമ്മയും അനിയത്തിയും കൂടെ ധാരാളം പുല്ല് പറിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്മ എല്ലാം വൃത്തിയായിട്ട് ചാക്കിനകത്ത് കെട്ടി വെച്ചിട്ടുണ്ട്. കണ്ടോ, എല്ലാം ഞങ്ങൾ ഡിക്കിക്കകത്ത് ഞങ്ങൾക്ക് അങ്ങോട്ട് കയറ്റിയാൽ മതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സാധനങ്ങളൊക്കെ ഫ്രണ്ടിൽ വെച്ചത്. കാരണം ഡിക്കിയിൽ പുല്ല് വെക്കാനായിട്ട് സ്ഥലം വേണം. പുല്ല് പറിക്കാൻ പോയി അമ്മയുടെ കയ്യെ തൊട്ടാവാടി മുള്ളുമൊക്കെ കൊണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ കാണിക്കുക. ഞാൻ അമ്മയ്ക്ക് ഗ്ലൗസൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെയുണ്ട് ഗ്ലൗസൊക്കെ, അവളുടെ അടുത്തൊക്കെ കൊടുക്കും. പക്ഷേ അമ്മയ്ക്ക് ഗ്ലൗസൊന്നും ഇട്ടുകൊണ്ട് അങ്ങനെ പുല്ല് പറിക്കാനൊന്നും ശീലമില്ല. അത് കാരണം അമ്മ കൈവച്ച് തന്നെ പുല്ല് പറിച്ചു. എന്നാലും പശുവിന് കൊടുക്കാനുള്ള ആ ഒരു ആക്രാന്തം പശുവിന് 2-3 ചാക്ക് പുല്ല് പറിച്ചു. അതുകൊണ്ട് അപ്പം ഞാനിങ്ങനെ പൂമ്പാറ്റയൊക്കെ പറക്കുന്ന വീഡിയോ ഒക്കെ എടുത്തു. ഇവിടെ എത്ര വീഡിയോ എടുത്താലും മതിയാവാത്ത പോലുള്ള കാഴ്ചകളുണ്ട്. ഇത് അനിയൻ ശംഭുവിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ്. ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ കുറേ നാളായി കണ്ടിട്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് സീമയും കാണാൻ പറ്റി. ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ പുല്ലൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. അപ്പോൾ ഇനി ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് 2-3 സ്ഥിരം കടകളുണ്ട് കേട്ടോ ഞങ്ങൾ കയറുന്നത്. അപ്പോൾ അവിടെയൊക്കെ കയറാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ അനിയത്തിയുടെ അവിടെ നിന്ന് ചായയൊന്നും കുടിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി. നമുക്കിങ്ങനെ യാത്രയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങണമല്ലോ. അതാണല്ലോ നമ്മുടെ യാത്രയുടെ ഒരു ഭാഗം തന്നെയാണല്ലോ അതല്ലേ. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള 2-3 കടയുണ്ട്. ഒന്ന് ചായയും വടയൊക്കെ കഴിക്കാനായിട്ടൊരു കട, പിന്നെ നാരങ്ങാ വെള്ളം കുടിക്കാനൊരു കട. സ്ഥിരം അവിടെയൊക്കെ അവൻ നിർത്തുള്ളൂ. അവൻ ഒറ്റയ്ക്കാണേലും അവൻ്റെ സ്ഥിരക്കാരാണ് അതൊക്കെ. ഇപ്പോൾ അവനെ എല്ലാവർക്കും പരിചയമാവുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളിങ്ങനെ വന്നപ്പം തൃക്കൊടിത്താനം എത്താറാകുമ്പോൾ ഞങ്ങൾക്കൊരു സ്ഥിരം ചായക്കടയുണ്ട്. നല്ല അടിപൊളി വടകളും നല്ല ഏത്തയ്ക്കാപ്പവും കാപ്പിയും ഒക്കെ നല്ല അടിപൊളി കടയാണ്. അത് നിറച്ചാളായിരിക്കും. ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമൊന്നുമില്ല, അവിടെ നിന്ന് കഴിക്കണം. എന്നാലും അവിടെ നിറച്ചാളായിരിക്കും. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പം ആ സമയമാണെങ്കിൽ വൈകിട്ടത്തെ സമയമാണെങ്കിൽ അവിടെ കാണുകയുള്ളൂ. ഉറപ്പായിട്ട് ഞങ്ങളവിടെ കയറി എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടേ ഞങ്ങൾ പോകാറുള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുക.
കണ്ടോ, ഇതാണ് കട. അപ്പോൾ വണ്ടി ഇടാനൊക്കെ അവിടെ നല്ല തിരക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മുമ്പോട്ടിട്ടിട്ട് പിന്നെ തിരിച്ച് നടന്നു വരുമായിരുന്നു. നല്ല തിരക്കായിരിക്കും എപ്പോഴും അവിടെ. ഇരുന്ന് കഴിക്കാൻ സ്ഥലമില്ല, അതേ ഉള്ളൊരു പ്രശ്നം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ, വടയും പഴംപൊരിയൊക്കെ മേടിച്ച് കാപ്പിയൊക്കെ മേടിച്ച് കുടിച്ചൊക്കെ ഉണ്ടോ. നല്ല അടിപൊളി സാധനങ്ങളാണ് ഇവിടെ, നല്ല ചൂട് സാധനങ്ങളായിരിക്കും. കാരണം നല്ല തിരക്കായതുകൊണ്ട് പെട്ടെന്ന് ആക്കിയിടുന്നത് തീരുമല്ലോ. 10 രൂപയേ ഉള്ളൂ, ഏതെടുത്താലും 10 രൂപ. കണ്ടോ, പഴംപൊരിയുണ്ട്, ഉഴുന്നുവടയുണ്ട്, പരിപ്പ് വടയുണ്ട്, ഉള്ളിവട, പിന്നെ ബോണ്ട, മുളക് ബജി, ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. നല്ല ആളാണ്, വെയിറ്റ് ചെയ്യുക ഞങ്ങളവിടെ. പാഴ്സലും മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് ഇഷ്ടം പോലെ. ഉണ്ടോ, ഒരുപാട് വണ്ടികൾ കൊണ്ട് നിർത്തിയിരിക്കുന്ന ഈ വണ്ടിക്കാരെല്ലാം ഇവിടുന്ന് ഇങ്ങനെ മേടിക്കും. അപ്പോൾ ഞങ്ങളുടെ സ്ഥിരം ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഈ സമയമാണെങ്കിൽ ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴേ ഇവിടെ തുറക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കാപ്പിയും വടയൊക്കെ വാങ്ങിച്ച് കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് പോന്നു. അവിടെ ഈ വെള്ളമൊന്നും ഒരുപാട് ആവാതിരിക്കാനായിരിക്കും പൈപ്പൊന്നും അങ്ങനെ വെച്ചിട്ടില്ല. പിന്നെ നമ്മൾ കാറിനകത്ത് കുപ്പിക്കകത്ത് എന്തായാലും വെള്ളം കാണുമല്ലോ, ആ വെള്ളമൊക്കെ വെച്ച് കൈയൊക്കെ കഴുകി അങ്ങനെ ഞങ്ങൾ വട കഴിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു. അപ്പോൾ എനിക്ക് ഓരോ സ്ഥലം കഴിയുമ്പോഴും വീട്ടിലെത്താനുള്ള ഒരു വെപ്രാളം ഉണ്ടല്ലോ, അതാണ്. ഞങ്ങളിങ്ങനെ വരുക യാത്രയിൽ, ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട്. കാരണം ധൃതിയൊന്നുമില്ല പ്രത്യേകിച്ച്. പിന്നെ ഞങ്ങൾക്ക് അങ്ങേ എന്നിട്ടൊരു സ്ഥലത്ത് വരെ പോകാനുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ പാടം ഇങ്ങനെയൊക്കെയല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാടൻ പാടം ഇട്ടില്ലായിരുന്നു, എന്ത് രസമുണ്ടായിരുന്നു. എല്ലാ പാടവും നല്ല കൃഷിയൊക്കെ ഇറക്കി, ഒരു പാടം പോലും അവിടെ അങ്ങ് വെറുതെ കളയാതെ നല്ല രീതിയിൽ അവർ ഓരോ സ്ഥലങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ, ഇവിടെ മിക്കവാറും ഇങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവിടെ അങ്ങനെ കൃഷി കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല ഇതുവരെ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനിടയ്ക്ക് ഇവിടെയെങ്ങും കൃഷികളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. വെള്ളം കയറുന്നതുകൊണ്ടായിരിക്കുക. എവിടെ പോയാലും ഇപ്പം മഴ ഞങ്ങളെ പിന്തുടരുന്നുണ്ട്. കണ്ടോ, അതുവരെ മഴയില്ലായിരുന്നേ. തിരുവല്ല ഭാഗം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ. അപ്പം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ മഴയത്ത് യാത്ര ചെയ്യാൻ നല്ല രസമല്ലേ. കാറിൽ നല്ല മഴത്തുള്ളിയൊക്കെ കണ്ണാടിയിൽ വീണ് ഞാനിങ്ങനെ എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ആസ്വദിച്ചിങ്ങനെ പോരുമായിരുന്നു. അപ്പോൾ ഈ മഴ കാരണം ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കയറുന്ന സ്ഥിരം കുറേ കടകളുണ്ടല്ലോ, അവിടെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ നല്ല മഴ കാരണം ഞങ്ങൾക്ക് പണി തന്നു. ഞങ്ങളവിടെ ഇറങ്ങുന്ന നമുക്ക് പൊടിയാടി എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് കാവുംഭാഗം ദേവസ്വം ബോർഡ് സ്കൂൾ ഇങ്ങോട്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ഒരു നാരങ്ങാ വെള്ളക്കടയുണ്ടായിരുന്നേ. നാരങ്ങാ വെള്ളം എന്ന് പറഞ്ഞാൽ അവിടെ കുലുക്കി സർബത്ത് എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അങ്ങനെ അതൊക്കെ മേടിക്കാം, അവിടെ നിന്ന് വെള്ളം കുടിക്കാം, അതേപോലെ ആ കടയും കാണിക്കാം എന്നൊക്കെ പറഞ്ഞ് വന്ന് ഞങ്ങൾക്ക് മഴ പണി തന്നു. കണ്ടോ, നല്ല മഴയായിരുന്നു. അത് കാരണം അവർ കടയടയ്ക്കുക, കടയില്ല എന്ന് പറഞ്ഞ് അവിടെ നിർത്തി. ഞങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്തു മഴയാണെങ്കിലും. പക്ഷേ അവർ മഴയായത് കാരണം അവർ കട അടയ്ക്കുവാണ്, ഇനിയില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കത് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ അതിൻ്റെ വീഡിയോയും എടുക്കാൻ പറ്റിയില്ല. അവനാണെങ്കിൽ ഇവിടെ നാരങ്ങാ വെള്ളം ഉണ്ടെന്നും പറഞ്ഞ് മറ്റേ കാപ്പി കടയിൽ നിന്ന് കാപ്പിയും കുടിച്ചില്ല, വട മാത്രം കഴിച്ചതേ ഉള്ളൂ. അവസാനം നാരങ്ങാ വെള്ളവും ഇല്ല, കാപ്പിയില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ സ്ഥിരം വരുമ്പോൾ ഒന്നില്ല അവിടെ നിന്ന് കാപ്പി കുടിക്കും, അല്ലെങ്കിൽ ഇവിടെ ഒരു കടയുണ്ടായിരുന്നു, അവിടെ നിന്ന് നാരങ്ങാ വെള്ളം കുടിക്കും. അപ്പം നമുക്ക് അങ്ങനത്തെ ആ കട നമുക്ക് നഷ്ടപ്പെട്ട് ഇനി ഒരു ദിവസം വേറൊരു ദിവസം വീഡിയോ എടുക്കാം. അങ്ങനെ ഞങ്ങളത് കുന്നത്തൂർ അമ്പലം കഴിഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തി. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നന്ദൂസിനും കണ്ണനും ഒന്നും അറിയത്തില്ലായിരുന്നു ഞാൻ വരുമെന്നേ. അപ്പം എന്നെ കാണുമ്പോൾ അവർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്ഥിരം ഇങ്ങനെ തന്നെ കേട്ടോ. അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുക്കാറില്ല സാധാരണ എന്നും. പക്ഷേ ഇന്ന് എനിക്ക് വീഡിയോ എടുക്കണം, അതിന് വേണ്ടി ഞാൻ തയ്യാറായിട്ട് തന്നെയാണ് വന്നത്. എങ്ങനെയാണ് അവരുടെ സന്തോഷം എന്നറിയണ്ടേ. കാര്യം ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാതെ ഈ സമയത്ത് എന്നെ കാണുമ്പോൾ എന്തോ അവർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞങ്ങളിതാ വീട്ടിലെത്തി. ഞാൻ അവിടെ എന്നെ കണ്ടു നന്ദൂസ് അവിടെ നിൽക്കുന്നത് കണ്ടോ. എൻ്റെ സന്തോഷം കണ്ടോ. ഹായ് സന്തോഷം കൊണ്ട് എനിക്കിരിക്കാം വയ്യേ. തുള്ളന്റെ പേരമ്മ വന്ന തുള്ളലാണോടാ. അയ്യോ കൊച്ചു വീടല്ലേ. വേമ വന്നതിന്റെ സന്തോഷം.
ആരടാ വന്നേ? യോ എടാ കണ്ണാ നോക്കുന്നേ? മുത്തശ്ശി ഞാൻ വന്നപ്പോൾ കണ്ണൻ മുത്തശ്ശിയെ തിരക്കുവാണ്. എൻ്റെ കൂടെ മുത്തശ്ശിയും വരുമെന്ന് വിചാരിച്ചു. ഞാൻ ആ മുത്തശ്ശിയെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അവൻ മുത്തശ്ശിയെ തിരക്കുന്നത് കണ്ടോ. ഇവിടെ ആ പുല്ലെല്ലാം വെച്ചിരുന്നത് 3 ചാക്ക് പുല്ലുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങളുടെ അടുത്ത യാത്രയും ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു സ്ഥലത്ത് പോകുന്നെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ അവിടെ പോകുന്ന യാത്രയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ. വേണ്ടി ഇതെല്ലാം എൻ്റെ പാമ്പാടിയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ്. ഞങ്ങൾ പോകാനൊക്കെ റെഡി ആയിരിക്കുവാണ്. അപ്പോൾ ആ യാത്രയെക്കുറിച്ചും അവിടുത്തെ കാഴ്ചകളും ഒക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് വളരെ വളരെ നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.